സിദ്ദിഖ് പന്താവൂർ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സിദ്ദിഖ്, ഇപ്പോൾ CITUവിന്റെ വിശദീകരണം കൂടി വിഷയത്തിൽ വരികയാണ്. കേസെടുത്തിട്ടുണ്ട് CITU പ്രവർത്തകർക്ക്. അതിന് പുറത്തിറക്കിയ സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുൾപ്പെടെ ചെയ്ത് CITU-കാരാണ് തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ് വിഷയത്തിൽ? തീർച്ചയായും മലപ്പുറം ജില്ലയിലെ ഏറ്റവും വ്യാവസായികമായും കച്ചവട രംഗത്തൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് എടപ്പാൾ പട്ടണം. ആ എടപ്പാൾ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു സംഘം തൊഴിലാളികൾ അവിടെ നടക്കുന്ന ഒരു അവിടെ നോട്ടക്കാരനായ അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവൃത്തിയുടെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആക്രമിക്കാൻ കൂട്ടമായി എത്തുകയും അദ്ദേഹത്തിന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സ്വയം രക്ഷാർത്ഥം താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മരണത്തിന് വളരെ സാധ്യതയുള്ള ഒരു വലിയ ദുരന്തത്തിലാണ് അകപ്പെട്ടത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മരണത്തോട് ആസന്നമാകുന്ന രീതിയിൽ പരിക്കുകളോടുകൂടിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് കേരളത്തെ വളരെ ഞെട്ടിച്ച, നമ്മളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൽ രണ്ടു വശമാണുള്ളത്. ഇത് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് എടപ്പാളിൽ മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യവസായശാലകൾ തുടങ്ങുന്ന സംരംഭകരെ അല്ലെങ്കിൽ പ്രവാസി വ്യവസായികളെ, ഇത്തരം സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയൊക്കെ അവർക്ക് ഈ കേരളക്കരയിൽ നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കൂലിവിലക്ക് ഏർപ്പെടുത്തുന്നതും തൊഴിലാളികളുടെ നോട്ടക്കൂലി വാങ്ങിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, പ്രാകൃതമായ സമീപനങ്ങൾ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിലൊക്കെ ഇതിന്റെ നേതൃത്വം നിലപാടുകളും നയങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നുവെങ്കിലും പക്ഷെ അവർ സ്വീകരിച്ചു വരുന്ന നടപടികൾ ഇതൊന്നും ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭകർക്ക് നിലനിന്നു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനോ അനുകൂലമല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ സംഭവത്തോടു കൂടി ഉണ്ടായിട്ടുള്ളത്. ഇവിടെ CITUവിന്റെ വാദം തീർത്തും നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ യുവാവിന് താഴേക്ക് ചാടേണ്ടി വന്നിട്ടുള്ളത്? അദ്ദേഹം സ്വയം രക്ഷാർത്ഥമാണ് ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വയം രക്ഷാർത്ഥം അദ്ദേഹത്തിന് ചാടേണ്ട, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ ഒരു കൂട്ടമായ ആക്രമണത്തിന്റെ ശ്രമമുണ്ടായതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ കൂട്ടമായി ആക്രമിക്കാൻ ഓടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അവിടെ എന്തെങ്കിലും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും നീക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനും കഴിയുന്ന ശക്തിയും അതുപോലെ അതിന് നിയമപരമായ വഴികളുണ്ട്. അത് അന്വേഷിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് CITU കേരളത്തിന്റെ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഈ വ്യവസായ രംഗത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മാറും. ഇത് CITU മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരെ, പ്രധാനാധ്യാപകനെ മർദ്ദിക്കാൻ ശ്രമിക്കുക, അവരെ പൂട്ടിയിടുക, അവർക്കെതിരെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തുക, അവരെ ആശുപത്രി വിദ്യാലയങ്ങളിൽ കയറാൻ കഴിയാത്ത നോക്കുകൂലിയെ സംബന്ധിച്ചൊക്കെ ഇതിനു മുൻപും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ സജീവമായി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെ തുടർച്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും.